നമസ്കാരം, ചാനൽ ആപ്പി SSCRRB യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അനലോഗിയുടെ PYQ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച PYQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ആ ഡേറ്റ് എന്നാ ചോദിച്ചതെന്ന് കൂടി ഞാനത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ NTPC എക്സാം 5ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാ, നമ്മളിനി അതുവരെ NTPC എക്സാം കഴിയുന്നവരെ PYQ മാത്രം ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. റീസണിങ്ങിന്റെ PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് അതിന് അനലോഗിയാണ്. നമ്മൾ മുന്നേ ഒരു ദിവസം നമ്മൾ അനലോഗി നോക്കിയിരുന്നു, അതിന്റെ ബാക്കിയായിട്ടാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ അനലോഗിയുടേതാണ്. അനലോഗി എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. വേർഡ് അനലോഗി ഉണ്ട്, നമ്പർ അനലോഗി ഉണ്ട്, ആൽഫബറ്റിന്റെ അനലോഗി ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് അനലോഗി ഉണ്ട്. അതിൽ എല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്പർ അനലോഗി ആയിരിക്കും നിങ്ങൾക്ക് ഇത്തിരി പാടായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് വേർഡ് അനലോഗീസ് ആണ് കേട്ടോ. ഞാൻ ആദ്യം പറയുന്നത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ആദ്യം സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടൈം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടൈം ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ടൈം. എന്ന് വെച്ചാൽ എങ്ങനെയാണോ സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തേർഡ് ടൈം ഇനി അടുത്ത ടൈമുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, അത് ഓപ്ഷനെയും നമ്മൾ കണ്ടെത്തണം. ഓക്കെ, എങ്ങനെയാണ് ഇത് രണ്ടും റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഈ അടുത്ത വാക്ക് എങ്ങനെയാണ്, മൂന്നാമത്തെ വാക്ക് എങ്ങനെയാണ് നാലാമത്തെ വാക്കുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വേർഡ് അനലോഗീസിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ബുക്ക് റീഡിങ്. അടുത്ത പോയട്രി ആണ്. പോയട്രി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ എഴുതണം. അതിന്റെ ഓപ്ഷൻസ് റൈമിങ്, സിംഗിങ്, റെസിറ്റേഷൻ, ടീച്ചിങ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ബുക്ക് എന്ന് പറയുമ്പോൾ റീഡിങ് ആണ് കേട്ടോ. ബുക്ക് എന്തിനാണ്? റീഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ പോയട്രി എന്തിനുള്ളതാണ്, അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഈ ഒരു റിലേഷൻ നമ്മൾ ഈ രണ്ട് വാക്കിൽ നിന്നും കണ്ടുപിടിക്കണം. ബുക്കും റീഡിങ്ങും തന്നിട്ടുണ്ട്. അതൊന്നും എന്താ വെച്ചാണ്, ബുക്ക് എന്ന് പറയുന്നത് റീഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുപോലെ പോയട്രി എന്തിനുള്ളതാണ് എന്നുള്ളത് നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? റെസിറ്റേഷൻ ആണ് കേട്ടോ. റെസിറ്റേഷൻ ആണ് വരുന്നത്. പോയട്രി റെസിറ്റേറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് 2021 19/1/2021 ഷിഫ്റ്റ് 1 സ്റ്റേജ് 1 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞാൽ നിങ്ങള് ഏത് സ്റ്റേജിന് ഏത് ഷിഫ്റ്റിന് ചോദിച്ചതാണെന്ന് കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അടുത്ത ചോദ്യം 2020 ഷിഫ്റ്റ് 1 ചോദിച്ചാണ്. സ്റ്റേജ് ഫസ്റ്റില് ഷിഫ്റ്റ് 1 ചോദിച്ച NTPCയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്, എന്താണ് സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തേർഡ് ടൈം അങ്ങനെ ഫോർത്ത് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പീഡിയാട്രിക്സ് ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്. പീഡിയാട്രിക്സ് എങ്ങനെയാണ് ചിൽഡ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ന്യൂറോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ന്യൂറോളജി? ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ന്യൂറോണുമായിട്ട് നിങ്ങൾ വെയിൻ ഒന്നും കുത്തരുത്. അതാണ് പീഡിയാട്രിക്സ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുപോലെ തന്നെ ബ്രെയിൻ എന്തുവാ, ന്യൂറോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഇതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് വായിച്ച് എഴുതാൻ വേണ്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇല്ല, അടുത്ത സെയിം അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റി ഡിസ്കവറിയാണ്. ടെലിഫോൺ എന്താണ് ചെയ്തത്? ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്തെടുക്കുകയാണ് അല്ലെ. ഗ്രാവിറ്റി ഡിസ്കവർ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ടെലിഫോൺ അതുപോലെ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ഇതിൽ നമുക്ക് എക്സ്പെരിമെന്റ് ഉണ്ട്, എക്സ്പ്ലോർ ഉണ്ട്, കൺസ്ട്രക്ട് ഉണ്ട്, ഇൻവെൻഷൻ ഉണ്ട്. ഓക്കെ, ആൻസർ ഇൻവെൻഷൻ ആണ് കേട്ടോ. ടെലിഫോൺ നമ്മൾ ഇൻവെന്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ഗ്രാവിറ്റി ഡിസ്കവർ അല്ലേ നമ്മൾ ചെയ്തത്. അതുപോലെ ടെലിഫോൺ എന്ത് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് ചോദിച്ചത്. ടെലിഫോൺ എന്ത് ചെയ്യണം? ഇൻവെന്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇത് 2021 ഷിഫ്റ്റ് 1 സ്റ്റേജ് ഫസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹാപ്പിനെസ്, സോറോ, കോൺഫ്ലിക്റ്റ് എന്താണ് ചെയ്യുന്നത്? ഹാപ്പിനെസ്, സോറോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഹാപ്പിനെസിന്റെ ഓപ്പോസിറ്റ് ആണ് സോറോ. അപ്പൊ കോൺഫ്ലിക്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹാർമണിയാണ്. ഓക്കെ, ഹാപ്പിനെസിന്റെ ഓപ്പോസിറ്റ് സോറോ ആണ്. അപ്പൊ കോൺഫ്ലിക്റ്റിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ഓപ്ഷൻ എന്ന് എഴുതാം. ഇതിൽ എന്താണ്? ഹാർമണിയാണ് കിടക്കുന്നത്. ഓക്കെ, ഹാർമണിയാണ് ആൻസർ. അടുത്ത 2021 ഷിഫ്റ്റ് 2 ചോദിച്ചാണ്. സ്റ്റേജ് ഫസ്റ്റ് ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. പേപ്പർ, സ്റ്റാപ്ലർ, ക്ലോത്ത്സ് എന്താണ്? അപ്പൊ പേപ്പർ എന്താണ്? നമ്മൾ സ്റ്റാപ്ലർ വെച്ചിട്ട് പിൻ ചെയ്യുകയോ അങ്ങനെയാണ് പെൻ ചെയ്താണ് വെക്കുന്നത്. അപ്പൊ അതുപോലെ ക്ലോത്ത്സ് എങ്ങനെയാണ് എന്നാണ്. ഡിറ്റർജന്റ് ഉണ്ട്, ഡ്രയർ ഉണ്ട്, ഹാങ്ങർ ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പൊ ഏതായിരിക്കും? ഹാങ്ങർ ആയിരിക്കും ആൻസർ ചെയ്യുന്നത്. ക്ലോത്ത്സ് ഹാങ് ചെയ്ത് ഇടുന്നത്. അതുപോലെ പേപ്പർ സ്റ്റാപ്പിൾ ചെയ്ത് വെക്കുന്നു. അതുപോലെ ക്ലോത്ത്സ് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ബാക്കി നമുക്ക് ഡിറ്റർജന്റും ഡ്രയറും വാഷിംഗ് മെഷീനും ഒന്നും ഇല്ല. അപ്പൊ ഹാങ്ങർ ആണ് ആൻസർ. സെയിം ജാഗ്രി, ഷുഗർ കെയിൻ, കോക്കനട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ജാഗ്രി ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ്? ഷുഗർ കെയിനിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അതുപോലെയാണ് കോക്കനട്ട് ഉണ്ടാക്കുന്നത്. ഏതാണ് നോക്കണം? ബീച്ച് ഫ്രൂട്ട്, കോക്കനട്ട് ഹെയർ വൈറ്റ് ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? കോക്കനട്ട് ഹെയർ ആയിരിക്കും. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ശ്രീലങ്ക, ഐസ്ലാൻഡ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്തായിരിക്കും എന്നാണ്. ശ്രീലങ്ക എന്താണ് വരുന്നത്? ഐലൻഡ് ആണ്. അപ്പൊ ഇന്ത്യ എന്തായിരിക്കും? ശ്രീലങ്ക ഒരു ഐലൻഡ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യ അതുപോലെ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്തായിരിക്കും?
പെനിൻസുലയാണ്. ഓക്കെ, ഇന്ത്യ പെനിൻസുലയാണ്. ഇത് 2021 തന്നെ 1/4/2021 ഷിഫ്റ്റ് 1 ചോദിച്ചതാണ്, സ്റ്റേജ് 1. ഓക്കെ, അടുത്ത് അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രാക്ചർ ബോൺ സ്പ്രെയിൻ എന്താണ്? അപ്പം ബോണിന് എന്ത് വരും? ഫ്രാക്ചർ വരും. ഫ്രാക്ചർ വരുന്നത് ബോണിനാണ്. അപ്പൊ അതുപോലെ സ്പ്രെയിൻ വരുന്നത് എന്തിനാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്പ്രെയിൻ വരുന്നത് എന്തിനാണ്? ലിഗമെന്റിനാണ്. ഓക്കെ, ബോണിന് ഫ്രാക്ചർ വരും, അതുപോലെ തന്നെ ലിഗമെന്റിന് എന്ത് വരും? സ്പ്രെയിൻ വരും. ഇതും 8/4/2021 ഷിഫ്റ്റ് 1 ഒന്നാമത്തെ സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, select the option in which the words share the same relationship as that shared by the given pair of words. ഇതുപോലെ ഷെഫ് എന്താണ്? റെസ്റ്റോറന്റ് പോലെ ഇതില് നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ എന്താണ് അതുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. ഇതും 2021 എന്താണ് സ്റ്റേജ് ഫസ്റ്റ് ഷിഫ്റ്റ് കൊണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഷെഫ് റെസ്റ്റോറന്റ് ആണ്. അതുപോലെ ഫിസിഷ്യൻ, പേഷ്യന്റ്, ലൈബ്രറിയൻ, കാറ്റലോഗ്, കാർപ്പന്റർ, വുഡ്, ഡ്രഗിസ്റ്റ്, ഫാർമസി ആണ് കേട്ടോ. അപ്പൊ എന്തായിരിക്കും? ഷെഫ് എന്ന് പറയുന്നത് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഫിസിഷ്യൻ, പേഷ്യന്റ് അത് വരത്തില്ല. ലൈബ്രറിയൻ, കാറ്റലോഗ് ആണോ? അതുമല്ല. കാർപ്പന്റർ, വുഡ് അതല്ല. ഡ്രഗിസ്റ്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആൻസർ ഡ്രഗിസ്റ്റ് ഫാർമസിയിലാണ്. ഷെഫ് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നത് പോലെ ഡ്രഗിസ്റ്റ് ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നു കേട്ടോ. സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കോമൺ സെൻസ് വെച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വേർഡ് അനലോഗീസ് ഒക്കെ. മേസൺ ബിൽഡ്സ്, മെക്കാനിക് എന്താണ് ചെയ്യുന്നത്? മേസൺ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു, ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെക്കാനിക് എന്താണ് ചെയ്യുന്നത്? കാർസ്, ടൂൾസ്, ഫാക്ടറി, റിപ്പയർസ്. ഏതായിരിക്കും? റിപ്പയർസ് ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അതായത് മേസൺ എന്ത് ചെയ്യുന്നുണ്ട്? ബിൽഡ് ചെയ്യുന്നുണ്ട്, കെട്ടിടങ്ങളെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെക്കാനിക് എന്ത് ചെയ്യുന്നുണ്ട്? വണ്ടികളൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് കിട്ടാൻ വളരെ ഈസിയാണ്. ഇത് 2021 തന്നെ ഷിഫ്റ്റ് 2 സ്റ്റേജ് ഫസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തത് റാഫ്റ്റിംഗ് റിലേറ്റഡ് ടു വാട്ടർ ആണ്. റാഫ്റ്റിംഗ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത്. അതുപോലെ സ്കൈയിങ് എന്തുമായിട്ട്? ഐസ് ഉണ്ട്, സീസ് ഉണ്ട്, സർഫേസ്, സ്കൈ ഉണ്ട്. അപ്പൊ റാഫ്റ്റിംഗ് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അതുപോലെ സ്കൈയിങ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഐസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഐസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അടുത്ത ഹാർട്ട് ഈസ് റിലേറ്റഡ് ടു കാർഡിയോളജി ഇൻ ദ സെയിം വേ കിഡ്നി ഈസ് റിലേറ്റഡ് ടു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത്യാവശ്യം ഇതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജികെയിൽ നമ്മൾ പലയിടത്തും പഠിക്കുന്നതാണല്ലോ. ഇതിൽ മൊത്തത്തിൽ ജികെ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും, അനലോഗീസ് ഒക്കെ. ഓക്കെ, അപ്പം ഹാർട്ട് കാർഡിയോളജി വിഭാഗമാണ്, നമുക്കറിയാം. അത് കാർഡിയോളജി വിഭാഗത്തിലാണ് ഹാർട്ടിന്റെ കാണിക്കുന്നത് നമ്മൾ. അതുപോലെ കിഡ്നി എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ മെഡിസിൻ ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, റെമറ്റോളജി ഉണ്ട്. ഓക്കെ, അപ്പം ഇതെന്താണ് 10/1/2021 ഷിഫ്റ്റ് 1 സ്റ്റേജ് ഫസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ എന്ത് വരും? കിഡ്നി, നെഫ്രോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഗ്ലൗസ് റിലേറ്റഡ് ടു ഹാൻഡ്, സെയിം വേ ക്യാപ്പ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? നെക്ക്, ഹെഡ്, ബാക്ക്, ഫുട്ട് ഉണ്ട്. ഗ്ലൗസ്, കയ്യിലിടുന്ന ഗ്ലൗസ് എവിടെയാണ്? കയ്യിലാണ് ഇടുന്നത്. അപ്പൊ ഗ്ലൗസ് ഈസ് റിലേറ്റഡ് ടു ഹാൻഡ് ആണ്. അതുപോലെ ക്യാപ്പ് എവിടെയാണ്? എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? നമുക്ക് അറിയാം, ഹെഡുമായിട്ട് റിലേറ്റ്, തലയിലാണല്ലോ വെക്കുന്നത്. ഇത് 12/1/2021 ഷിഫ്റ്റ് 1 സ്റ്റേജ് ഫസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. സിമിലർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിൽ ചോദിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. പല ടൈപ്പ് ഓഫ് അനലോഗീസ് ആണ് ചോദിക്കുന്നത്. വേർഡ് അനലോഗി, പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തേതും ചോദിക്കാറുണ്ട്. ഹാൻഡ് ഈസ് റിലേറ്റഡ് ടു ഫിംഗർ. സെയിം വേ പെൻ ഈസ് റിലേറ്റഡ് ടു ഹാൻഡ്, റിലേറ്റഡ് ടു ഫിംഗർ ആണെങ്കിൽ പെൻ റിലേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4/2/2021 ഷിഫ്റ്റ് 1 സ്റ്റേജ് 1 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ആൻസർ വരുന്നത് നിബാണ് കേട്ടോ. ഹാൻഡ് എന്താണ്? റിലേറ്റഡ് ടു ഫിംഗർ ആണെങ്കിൽ പെൻ എന്താണ്? നിബുമായിട്ട്, പെന്നിന് നിബ് പോലെയാണ്, ഹാൻഡിന് എന്താണ്? ഫിംഗർ. ഓക്കെ, ആ ഒരു ഇത് വെച്ചിട്ട് എഴുതിയാൽ മതി. അടുത്ത് വരുന്നത് നമ്പർ അനലോഗീസ് ആണ് കേട്ടോ. നമ്പർ അനലോഗീസ് നമുക്ക് ഇച്ചിരി കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, കുറച്ച് ടൈം എടുക്കും. അതെങ്ങനെയാണ് ആ ട്രിക്ക്, അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് ചെയ്യാൻ പറ്റും. ഓക്കെ, select the option that is related to fifth number is the same way as second number is related to the first number and the fourth number is related to third number. ഓക്കെ, ഇങ്ങനെയാണ് റിലേറ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, 10 55 തന്നിട്ടുണ്ട്, 12 65 തന്നിട്ടുണ്ട്. ഇനി 18 എന്തുവാണ് വരുന്നത്? ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇത് തമ്മിലുള്ളത് കണ്ടുപിടിക്കുക, ഇത് തമ്മിലുള്ളത് കണ്ടുപിടിക്കുക. അതുപോലെ ആയിരിക്കും 18 അടുത്ത് വരാൻ പോകുന്നത് തമ്മിലുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതില് കുറെ ഞങ്ങള്
നമ്പർ അനലോഗി കുറെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. കാരണം ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നമ്പറൊക്കെ കാണുമ്പോൾ ഇത് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടത്തുള്ളൂ. നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഈ നമ്പർ അനലോഗി ചെയ്യുന്നത്. 10ഉം 55ഉമാണ്. ഓക്കെ, 10ഉം 55ഉമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ 10ഉം 50 ആണെങ്കിൽ 10ഉം 50ഉം 10 × 5 50 വരും. +5 ചെയ്യണം കേട്ടോ. അതുപോലെ നോക്കി 12ഉം 5ഉം എത്രയാണ്? 60ആണ്. +5 ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കും ഇത് എന്ന് നമ്മൾ അങ്ങനെ ഒരു നമ്മൾ വരികയാണ്. 10ഉം 50ഉം തമ്മിലുള്ള ഒരു ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. 10 × 5 50ആണ്. +5 വരുമ്പോ 55 വരുന്നുണ്ട്. അപ്പൊ ആ 55 ആണ് ഇവിടെ. ഓക്കെ, ഇത് നമുക്ക് അടുത്തതിലും പോസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിട്ട് അടുത്ത് നോക്കിയാൽ 12 × 5 എത്രയാണെന്ന് നമുക്കറിയാം? 60ആണ്. 60 + 5 എത്രയാണ്? 65ആണ്. അപ്പൊ അതും ശരിയാണ്. ഇവിടെ 55 65. ഇനി നമുക്ക് വരുന്നത് എന്തായിരിക്കും? 18 × 5 വരും. 18 × 5 +5 18 × 5 90 + 5 95 എന്ന് വരും. 95 നമുക്ക് ഓപ്ഷനിൽ ഉണ്ടേ. ഓക്കെ ആണല്ലോ. ഇങ്ങനെ നമ്പർ അനലോഗിയാണ് ഇച്ചിരി ടൈം എടുക്കുന്നത്. കാരണം എന്താണ്? ഈ റിലേഷൻ രണ്ടിന്റെയും റിലേഷൻ കണ്ടിട്ട് വേണം അടുത്തത് കണ്ടുപിടിക്കാൻ. സോ അതുകൊണ്ട് ഒരു ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചധികം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൂടുതലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കിയേ. 6ഉം 33ഉം 11ഉം 58ഉം പിന്നെ നമുക്ക് 18ആണ് വരേണ്ടത് അല്ലെ. അപ്പം 6ഉം 33 നമ്മള് എങ്ങനെ 6ഉം 33ഉം ബന്ധം വരാം എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യാ? ചിന്തിക്കാം. 6ന് എങ്ങനെ ഒരു 33 ആണെങ്കിൽ നമ്മളൊരു 30 35 ഒക്കെ ചിന്തിക്കണം. 35 ആണെങ്കിൽ കുറയ്ക്കുമ്പോ 2, അല്ലെങ്കിൽ 30 ആണെങ്കിൽ പ്ലസ് കൂട്ടുമ്പോ 3, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പെട്ടെന്ന് അങ്ങനെ വേണം ചിന്തിക്കുക. ഈ 6ഉം 5ഉം തമ്മിൽ എങ്ങനെ ബന്ധം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരാം? 6ഉം 35ഉം ആണെങ്കിൽ എന്ത് ചെയ്യാം? 35ന്ന് 2 കുറയ്ക്കാം 33 വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 30 വരുന്നതെങ്കിൽ 2 കൂട്ടാം. അതുപോലെ ഇങ്ങനെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പൊ 6ഉം 33ന്റെയും കേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് 6 6 36 വരും. 6 5 30. നമുക്ക് 6 5 വെച്ച് ചെയ്ത് നോക്കാം. 6 5 എത്രയാണ്? 30 അല്ലെ. +3 എന്ന് പറയുന്നത് 33 വരുന്നുണ്ട്. അതുപോലെ നോക്കിയേ 11 × 5 എത്ര വരും? 55 വരും. +3 ചെയ്തേ 58 വരുന്നുണ്ടോ? ഉണ്ട്. നേരത്തെ ചെയ്തതിന്റെ സെയിം പോലത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടി. അടുത്ത് 18ന്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 18 × 5 എത്രയാണ്? 18 × 5 നമുക്ക് 90 ആണെന്ന്. 90 + 3 എന്താണ്? 93 ആണ്. സോറി, 90 + 3 93. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ 93 ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇത് ഒരെണ്ണം കിട്ടി എന്ന് വെച്ചിട്ട് ഇതും അതുപോലെ ചെയ്യാൻ ശ്രമിക്കല്ലേ. ഇത് ഈ കറക്ഷനും ശരിയാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ മൂന്നാമത്തേല് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ ആൻസർ 93 ആണ്. സെയിം അടുത്തും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, 15ഉം 2ഉം തമ്മിലൊരു ബന്ധമുണ്ട്. 255ഉം 4ഉം തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പൊ 624 ഇതേ സംഖ്യയായിട്ടാണ് ബന്ധം എന്നൊക്കെ. അപ്പൊ നമുക്ക് ഒന്നുകിൽ ഇപ്പം അപ്പുറത്ത് ചെറിയ സംഖ്യയാണ് കിടക്കുന്നത്. അപ്പൊ അതൊന്നുകിൽ ഡിവൈഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ 2ന്ന് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, മിക്കവാറും നമുക്ക് ആദ്യം 2ൽ നിന്നും 4ൽ നിന്നും ഇങ്ങോട്ട് ഉള്ള റിലേഷൻ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക കേട്ടോ. കാരണം ഇപ്പുറത്ത് ചെറിയ സംഖ്യയാണ്. അല്ലെങ്കിൽ മറ്റത് ഡിവൈഡ് ചെയ്തിട്ട് വരുമ്പോൾ അതൊരു ചെറിയ സംഖ്യ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ 15:2 വന്നിരിക്കുന്നത്. 2ൽ നിന്ന് 15ലേക്ക് ഒത്തിരി ദൂരമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2⁴, 2⁴ അങ്ങനെ എടുത്ത് നോക്കാം. 2³ അങ്ങനെ എടുത്ത് നോക്കേണ്ടതുണ്ട്. അപ്പൊ 2⁴ എന്ന് പറയുമ്പോൾ 14 വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് 2³ എടുത്തു നോക്കാം, 2⁴ എടുത്തു നോക്കാം. അപ്പം ഈ 15ഉമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നമ്പർ കിട്ടണമെന്ന് നോക്കി നോക്കാം. അപ്പൊ 2⁴ എടുക്കുമ്പോൾ നമുക്ക് 16 കിട്ടുന്നത് കേട്ടെ. 16ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 15 കിട്ടുന്നുണ്ട്. ഓക്കെ, അത് രണ്ടാമത്തതിലും ആപ്ലിക്കബിൾ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നോക്കേണ്ടതുണ്ട്. ഓക്കെ, 4ഉം 255 തമ്മിൽ ഇതുപോലെ ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. 4ന്റെ സ്ക്വയർ 4 ചെയ്യുമ്പോൾ നമുക്ക് 256 കിട്ടും. അതിൽ നിന്ന് നമുക്ക് 1 കുറയ്ക്കുമ്പോൾ 255 കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ആപ്ലിക്കബിൾ ആണ്. സെയിം അസ്വേ നമ്മൾ എന്ത് ചെയ്യുക? 624ന്റേത് ചെയ്ത് നോക്കാം. അപ്പൊ 624 625 നമുക്ക് ക്യൂബും സ്ക്വയറും അറിയാന്നുള്ളതാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് കിട്ടും. 5ന്റെ ആയിരിക്കും. 5⁴ എടുക്കുക, -1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
625 മൈനസ് 1 624 എന്ന് കിട്ടും. അത് ഈ 5ന്റെ നമ്മൾ 25 625 ആണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് അത് കിട്ടുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, അപ്പൊ 5 നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ 5 വരും. 5 അങ്ങനെയാണ് കണ്ടത്. എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഒരെണ്ണം മാത്രം വെച്ചിട്ട് കണ്ടത്, രണ്ടും കറക്റ്റ് ആയെങ്കിൽ മാത്രം നമ്മൾ അടുത്തതിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 328 ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, 9ഉമായിട്ടുള്ളത് എന്തായിരിക്കും എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3ന്റെ നമ്മൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിന്റെ മൾട്ടിപ്ലൈ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 3 9 27 ആണ് അല്ലെ, 3 9 27. നമുക്ക് +1 ചെയ്താൽ 28 കിട്ടും. അങ്ങനെ നമുക്ക് നോക്കാം. അപ്പം 3 9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, 3/3യുടെ ക്യൂബ് ആണ് എന്താ പറയുന്നത്. 3/3 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 27 കിട്ടും. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, 1 ആഡ് ചെയ്യുമ്പോൾ 28 കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഇപ്പുറത്ത് ഏതെങ്കിലും നമ്പർ വരുമോ എന്നുള്ള കാര്യം നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനടുത്തുള്ള നമ്പർ കിട്ടുവാണെങ്കിൽ അതൊന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അടുത്ത് നമുക്ക് 9ന്റെ ക്യൂബ് +1 ചെയ്യുമ്പോ 9ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 729 +1 വരുമ്പോ 730 എന്ന് കിട്ടും. 729 ഓപ്ഷനിലുണ്ട് കേട്ടോ. 730 നമുക്ക് ആൻസർ കിട്ടും. സെയിം as വേ. ഓക്കെ. അടുത്ത 343 1310. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സ്ക്വയറും ക്യൂബും ഒക്കെ നമ്മളൊരു 10 20 25 വരെ 30 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കുക. സ്ക്വയറും ക്യൂബ് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്താണ്, സ്ക്വയറും ക്യൂബും ഒക്കെ ക്യൂബാണ് വരുന്നതെന്ന് നമുക്ക് ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, 7ന്റെ ക്യൂബാണ് 343 എന്ന് നമുക്കറിയാം അല്ലെ. അപ്പം 7 ക്യൂബ് എന്ന് പറയുന്നത് 343 എന്ന് നമുക്കറിയാം. ഇനി 1331 എന്ന് പറയുന്നത് 11 ക്യൂബ് ആണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്യൂബും സ്ക്വയറും ഒക്കെ 20 30 25 30 വരെയെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നമ്പർ കാണുമ്പോൾ ഇത് ക്യൂബ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. 1331 ആണ് അല്ലെ. അടുത്ത് 729 എന്ന് പറയുമ്പോൾ എന്താണ്, 9ന്റെ ക്യൂബാണ്. 9ന്റെ ക്യൂബാണ് 729. ഇത് തമ്മിലൊരു പ്രത്യേകിച്ച് ബന്ധമൊന്നും നമുക്ക് തോന്നില്ല. 7 11 9 പ്രൈം നമ്പേഴ്സ് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 7ഉം 11ഉം തമ്മില് 4ന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലെ. 4ന്റെ ഡിഫറൻസ് ആണ് 7ഉം 11ഉം തമ്മിൽ. 7ന്റെ ക്യൂബ് എടുത്തിരിക്കുന്ന 343, അതെന്താണ് 1331 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം 7ഉം ഇത് 11ന്റെയും ക്യൂബാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 4 ആണ്. അപ്പൊ ഇത് 9 ആണ്. ഇനി അടുത്ത് എന്തൊരു 4ന്റെ ഡിഫറൻസ് വരുമ്പോ എന്ത് വരും, 13 വരും അല്ലെ. 9 + 4 13. അപ്പൊ 13ന്റെ ക്യൂബ് എടുക്കുക. 13ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 2197 ആണ് വരുന്നത്. അത് നമുക്ക് ഓപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫറൻസ് 4, ഇതിന്റെ ഡിഫറൻസ് 4. അങ്ങനെയാണ് ഈ 13 എടുക്കാൻ കാരണം. ഓക്കെ, ഇത് 7ഉം 11ഉം ഇത് 9ഉം അടുത്ത് വരുന്ന 13ന്റെ ക്യൂബ് എല്ലാം ക്യൂബാണ്. ഇത് ക്യൂബ് ആണെന്നുള്ള കാര്യത്തിൽ പെട്ടെന്ന് കണ്ടുപിടിച്ചതിന് കാരണം നമുക്ക് ക്യൂബും സ്ക്വയറും കൃത്യമായി അറിയുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 30 വരെയുള്ള സ്ക്വയറും ക്യൂബും പഠിച്ചു തന്നെ വെച്ചേക്കുക കേട്ടോ. അപ്പം ഇതുപോലെയാണ് എന്താണ് നമ്മുടെ അനലോഗീസ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്രേ ഉള്ളൂ. ഒരു ഒന്നിന്റെ റിലേഷൻ കണ്ടുപിടിക്കുക, അതുപോലെ എന്ത് ചെയ്യുക, അടുത്തത് ചെയ്യുക. അപ്പൊ വേർഡ് അനലോഗിയുടെ നമ്പർ അല്ലെങ്കിൽ പിന്നെ ആൽഫബറ്റ് അനലോഗീസും വരുന്നുണ്ട്. നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ അതുകൂടി നോക്കുന്നതായിരിക്കും. അപ്പൊ ഇതെന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞ വർഷം 2021 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. CBT 1 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എല്ലാം.